ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ചീരകൃഷി കാണിച്ചപ്പോഴും ഞാൻ എൻ്റെ 10 മണി ചെടിയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 10 മണി ചെടി കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനി 10 മണിയുടെ വീഡിയോയും കൂടെ ഇടണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ പേരിങ്ങനെ വീഡിയോ കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പ്രകാരമാണ് ഈ 10 മണി ചെടിയുടെ വീഡിയോ കാണിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് 10 മണി എങ്ങനെയാണ് നമ്മൾ നട്ടതെന്നും നല്ല വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായെന്നും ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുന്ന രീതിയും വെറൈറ്റി പൂക്കളും എങ്ങനെയൊക്കെയാണ് ഇതുണ്ടായതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇതരം 10 മണി കണ്ടില്ലേ, പൂവൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അതിശയം തന്നെയാണ്. ഇത് പലതരത്തിലുള്ളതായ 10 മണികൾ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തുള്ള നീളമുള്ള ഇലയാണ് ഇതിൻ്റെത്. വേണ്ട, ഇത് ഇങ്ങനത്തുള്ള നീളമുള്ള ഇലയാണ് ഈ 10 മണിയുടെ. പക്ഷെ സാധാരണ 10 മണി തണ്ട് ഇത് കണ്ടില്ലേ, ഈ 10 മണിക്ക് ഈ പൂവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇതല്ല ഇത് വേറെ ടൈപ്പ്, ഈ 10 മണി വേറെ ടൈപ്പ്. ശരിക്കും ഇത്തരം 10 മണിക്കകത്ത് ഇങ്ങനെയുള്ള പൂക്കളാണ് വരുന്നത്. ഇതിൻ്റെ വലുത് ഇത് ഏറ്റവും കുഞ്ഞൊരു തണ്ടിൽ നിന്ന് പിച്ചതാണ്. ഇങ്ങനത്തുള്ള പൂക്കളാണ് സാധനം ഉണ്ടാകുക. ഈ നീളമുള്ള ഇലയ്ക്കകത്ത് ഇങ്ങനെയുള്ള പൂക്കൾ വന്നിരിക്കുന്നു. ഇത് അതിൻ്റെ പൂവും നല്ല വലുപ്പമാണ് കേട്ടോ, കണ്ടോ? ഇത് 2-3-4 ടൈപ്പ് ഇവിടെ ഇങ്ങനെ പല ടൈപ്പിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ആദ്യം പൂവ് വന്നത്. പൂവ് വന്നാലേ നമുക്കതിൻ്റെ വെറൈറ്റികൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് വേറൊരു 10 മണിയാണ്. ഇതിൻ്റെ ഇലയ്ക്ക് ഇതാണ് സ്വല്പം കൂടെ വീതിയുള്ള ടൈപ്പാണ്. തണ്ട് നല്ല പച്ച കളറുമായിട്ടിരിക്കുന്നത് കണ്ടല്ലോ, ഒരു പച്ച കളറ്. അതിനകത്ത് പൂക്കൾ കണ്ടോ നിൽക്കുന്നത്, പല ടൈപ്പിലുള്ള പൂക്കളാണത്. ഒന്നിൽ തന്നെ ഉള്ള പൂക്കളാണ് കണ്ടോ, മഞ്ഞയും ഓറഞ്ചും കൂടെ മിക്സായിട്ട്. ഇത് കണ്ടില്ലേ, നല്ല പിങ്കും മഞ്ഞയും കൂടെ ചേർന്നിട്ട്. ഇത് 2 പൂക്കളായിട്ടാണ് നിൽക്കുന്നത്. 2 പൂക്കളുണ്ട് അല്ലേ, 2 പൂവായത്. ഞങ്ങൾക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയൊക്കെ ആയോ എന്തോ. ഇപ്പം പൂക്കളെല്ലാം കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഓരോ വെറൈറ്റികൾ മനസ്സിലാവുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇതാണ്ട, ഇത് ഓറഞ്ച് കളറ്, അതും വട്ടത്തിലുള്ള ഇലയുടെയാണിത്. ഇത് മഞ്ഞ കളറ്, ഇതതിൻ്റെ പിങ്ക് കളറ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നടുമ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ എന്ത് രസമാണ് കാണാൻ. പക്ഷേ പിന്നെ ഡെയിലി പൂക്കളുണ്ട്. പക്ഷേ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അവരങ്ങ് വാടും. ഇത് കണ്ടില്ലേ, ഇതൊരു ഡാർക്ക് പിങ്ക് 10 മണി. അത് വ്യത്യാസമുണ്ട്, ഈ 10 മണിയും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, കളർ വ്യത്യാസം അറിയാൻ പറ്റും. ഇത് ശരിക്കും വെള്ള തന്നെയാണോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ചെറിയൊരു റോസും കൂടെ ചേർന്നുള്ളതാണിത്. അത് 2 പൂവേ വന്നിട്ടുള്ളൂ അതിനകത്ത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കളറ് കണ്ടല്ലോ, ഇതിനകത്തെല്ലാം കൂടെ മിക്സായിട്ടുള്ളതാണ്. റോസുണ്ട്, പിങ്കുണ്ട്, അതിൻ്റെ നടുക്കായിട്ട് മഞ്ഞ കളറും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ല സൂപ്പറാണ് കാണാൻ. ഞാനിപ്പോൾ മതിലിൻ്റെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു സൈഡ് മുഴുക്കെ ഈ 10 മണി നട്ടിരിക്കുകയാണ്. എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കാണുമ്പോഴും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിങ്ങനെ. ഇപ്പോൾ എവിടെ പോയാലും ചെടികളൊക്കെ കാണുമ്പോൾ കൂട്ടുകാരൊക്കെ വീട്ടിലോ പിന്നെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചെടിയൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വല്പം അവരോട് ചോദിച്ചിട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ നട്ട് അങ്ങനെ പല പല വെറൈറ്റികൾ കണ്ടിട്ട് അങ്ങനെ കളക്ഷനൊക്കെ ആക്കി ഇപ്പോൾ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രസം ഇത് നിൽക്കുന്ന കാണാൻ കേട്ടോ. മുറ്റത്തൊക്കെ നമ്മുടെ പച്ചക്കറികളോടൊപ്പം തന്നെ പൂക്കളും കൂടെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ മുറ്റത്തോട്ടൊക്കെ വന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ. എല്ലാത്തിനും സന്തോഷം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പച്ചക്കറികളിലും ഒക്കെ പരാഗണമൊക്കെ നടക്കുകയുള്ളൂ. ഇപ്പം കണ്ടിട്ട് വണ്ടുകളാണെങ്കിലും ചിത്രശലഭങ്ങളും തേനീച്ചകളും ഒക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതായ രംഗം കാണാൻ നല്ല രസമാണ്. ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ രസമായിട്ട് തോന്നത്തില്ല അല്ലേ. അപ്പോൾ ഇത് ഇത്രയും പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നിന്നപ്പോഴും നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് തറയിലായപ്പോഴും നല്ല ആരോഗ്യത്തോടെ വളർന്ന് വരികയും ചെയ്യുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടുത്തെ മണ്ണിൻ്റെ ആണോ എന്തോ എനിക്കറിയത്തില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. നല്ലതുപോലെ അത് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല മണ്ണ് ഇളക്കമുള്ളതായതുകൊണ്ടായിരിക്കും നല്ലതുപോലെ വന്നിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട്. തീർച്ചയായിട്ടും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ മതി കേട്ടോ. നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെയൊക്കെ ചെടികളുമൊക്കെ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും.
നല്ല പച്ചക്കറികൾക്ക് നല്ലതായിരിക്കും, നല്ല പരാഗണമൊക്കെ നടക്കും. അപ്പം ഉപയോഗമില്ലാത്ത കുപ്പികളൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഹോളും ഒക്കെ ഇട്ടിട്ട് സ്വല്പം വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. മണ്ണൊന്നും ഇട്ടിട്ടില്ല, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഓരോ ഹോളിനകത്തോട്ട് ഓരോ ചെടി ഇറക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് അപ്പോൾ അതിനകത്ത് പൂക്കൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് മിറൻ്റെ പണിയാണ്, പെയിൻ്റൊക്കെ അടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഗിത്താറിൻ്റെ ഷേപ്പിനകത്ത് നമുക്കൊരു ഫ്രണ്ട് തന്നെയായിരുന്നു, അതിപ്പോൾ നമ്മളിങ്ങനെയാക്കി. അത് ഒരു രസം, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആത്തയിൽ നമ്മൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ വേണമെങ്കിലും നമ്മൾ ഹാങ് ചെയ്തിടാം, കുപ്പിക്കകത്തിടാം, ചട്ടിക്കകത്തിടാം, ഗ്രോബാഗിനകത്ത് വളർത്താം, ഏത് രീതി വേണമെങ്കിലും. അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പിനകത്ത് ഹോൾ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഇടാം, എങ്ങനെ വേണമെങ്കിലും വളർത്താവുന്നേ ഉള്ളൂ. നല്ല ഭംഗിയാണ് ഇത് എങ്ങനെയാണെന്നെങ്കിലും. ഇതിപ്പം ഹാങ്ങിങ് പോട്ടിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഹാങ്ങിങ് പോട്ടിനകത്ത് സ്വല്പം ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളമൊന്നും കൊണ്ടൊന്നും ഇതിനകത്ത് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ കിളിച്ചു വന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത്, എല്ലാ കളറും ഇതിനകത്ത് ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണിത് നടന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കുറച്ച് കമ്പുകൾ വീതം ഒടിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് മിക്സായിട്ട് നടണമെന്നുണ്ടെങ്കിൽ മിക്സായിട്ട് നടാം. അതല്ല ഒരു പാർട്ട് പിന്നെ മഞ്ഞ നടുക, ഒരു പാർട്ട് പിങ്ക് നടുക, അങ്ങനെ വേണമെങ്കിൽ നടാം. എങ്ങനെ നട്ടാലും ഇത് ഭംഗി തന്നെയാണ്. പാർട്ടായിട്ട് നടാന്നുണ്ടെങ്കിൽ അതും ഭംഗി തന്നെ. ഇപ്പം പിന്നെ എന്താണ് ഇത് ഒരുമിച്ച് ഇങ്ങനെ നടാന്നുണ്ടെങ്കിൽ വെറൈറ്റി കളറാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒടിച്ചെടുക്കാം കേട്ടോ. ഇത് ചോട്ടിൽ നിന്ന് വേണമെങ്കിൽ ഒടിച്ചെടുക്കാം. ഇതിന് വേരൊന്നും വേണമെന്നില്ല, ഇങ്ങനെ തണ്ട് മാത്രം മതി കേട്ടോ, അതങ്ങ് കിളിച്ച് വന്നോളും. നമ്മൾ പിന്നെ പുതുതായിട്ട് വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ വംശനാശം നേരിടാതെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അഴുകിപ്പോവും. ഒരുപാട് മഴ വെള്ളമൊക്കെ ആയാൽ അഴുകിപ്പോവും. ഒരുപാട് വെള്ളമൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം മതി. അപ്പോൾ ഇത്രയും നടാം. ഇത് നമുക്ക് 2 ഒക്കെ ആയിട്ട് ഒടിച്ചിട്ടൊക്കെ ഇപ്പം മഞ്ഞ കുറേ എടുത്തിട്ടുണ്ട്, അത് നടാം. ഇതൊക്കെ എന്ത് രസമാണ് കാണാൻ, അതിന് പിച്ചാൻ പോലും തോന്നില്ല കണ്ടിട്ട്. എന്നാലും നമുക്കിപ്പം പിച്ചിയേ മതിയാവും, നിങ്ങളിത് കാണിക്കണ്ടേ. അപ്പോൾ അതിൻ്റെയും കൊമ്പ് കുറച്ച് എടുക്കാം. എല്ലാത്തിനും അങ്ങനെ കുറച്ച് ഓരോ കളറും ആകുമ്പോൾ കുറച്ച് സ്ഥലം ഇത് നട്ടുപിടിപ്പിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കിളച്ചിട്ടിരിക്കുന്ന തറയാണ്, കണ്ടില്ലേ. അപ്പം മണ്ണ് നല്ലതുപോലെ ഇളകി കിടക്കുന്ന തറയായിരിക്കണം. ഒന്നുകൂടെ നമുക്കൊന്ന് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കാം. കിളച്ചിട്ടിട്ട് ഇപ്പം 2 ദിവസമായി. നിങ്ങൾക്കിത് വളക്കൂറില്ലാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വല്പം ചാണകപ്പൊടി എന്തെങ്കിലും കൊണ്ടിട്ട് കൊടുത്താൽ കുറേ കൂടെ ബെറ്ററായിട്ട് വളർന്നു വരും. അപ്പോൾ ഇത്രയും സ്ഥലം തന്നെ ഒരു 4 പാർട്ടായിട്ട് മാറ്റാൻ പോവാണ്. അപ്പം 4 കളർ നടണം നമുക്ക്. യാതൊരു ചിലവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ 10 മണി ചെടികളെ നടാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ സുന്ദരി 10 മണി ഉണ്ടല്ലോ, ഇത്രയും വലിയ നീളത്തിലുള്ള തണ്ട് വേണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഒന്നുകൂടെ അതിനെ ഒടിക്കാം. കണ്ടില്ലേ, സ്വല്പം വീതം മതി, ഇത് പെട്ടെന്ന് കിളിച്ച് വന്നോളാം. നേരത്തെ ഇപ്പം മുട്ടുണ്ടെങ്കിൽ നാളെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് എല്ലാം വിരിഞ്ഞിരിക്കും. ഇത്ര പെട്ടെന്ന് ഇത് കിളിച്ചോളും. ഇതെല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നടണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് നടാം. ഈ മഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കോട്ട് വേണമെങ്കിൽ നടാം. പക്ഷെ ഞാനിത് ഓരോ പാർട്ടായിട്ട് നടാൻ പോവാണ്. ഇതിലോട്ട് സ്വല്പം വെള്ളം തളിച്ച് കൊടുക്കാം. രാവിലെയും വൈകുന്നേരവും കൊണ്ടൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇതങ്ങ് കിളിച്ച് വന്നോളാം. ഇന്ന് നിൽക്കുന്ന മുട്ടയൊക്കെ നാളെ വിരിഞ്ഞ് നിൽക്കും.
ഇത് നമ്മൾ ബോട്ടിലിനകത്ത് ചെയ്യുമ്പോഴും ബോട്ടിലിനകത്ത് ചന്ദനത്തിരി വെച്ചിട്ട് കുഴി കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പിന്നെ ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ മതി. ചകിരിച്ചോറ് സ്വല്പം മണ്ണും കൂടെ, അതിൻ്റെ മണ്ണില്ലാത്തുള്ളവർ ചകിരിച്ചോറ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഓരോ കുപ്പിയിലോട്ട് മണ്ണിട്ടതിന് ശേഷം അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം ഓരോ തണ്ട് ഈ ഹോളിൽ നിന്ന് നമ്മൾ അകത്തോട്ട് വയ്ക്കണം. ഇങ്ങനെ അകത്തോട്ട് വയ്ക്കണം. എന്നിട്ട് വീണ്ടും ചകിരിച്ചോറിട്ട് കൊടുക്കുക. ആ ചുറ്റിനുമുള്ള ഹോളിനകത്തോട്ടൊക്കെ ഇത് കുത്തി വയ്ക്കുക. പിന്നെ അങ്ങനെ കുപ്പി മുക്കാലിടം വരെ ആക്കി നമ്മളിവിടം വരെ നമുക്ക് നിറയ്ക്കാവുന്നതാണ്. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതൊക്കെ വാടി കേട്ടോ. എന്നിട്ട് ഇത് പിന്നെ മെറിൻ ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പണികളാണ്. ഇത് കുപ്പി കട്ട് ചെയ്തിട്ട് അതിനകത്ത് പെയിൻറ്റും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി പ്രായം ചെന്നതാണ് ഇത്. ഞാനിതെല്ലാം തട്ടിയിട്ടിട്ട് ഇനി ഒന്നേന്ന് വൃത്തിയാക്കി എടുക്കണം. ഞാൻ വെറുതെ കിടക്കുന്ന കുപ്പികളാണെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ കട്ടൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ 10 മണിയൊക്കെ ഹാങ് ചെയ്ത് ഇടുകയോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ വെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതും ഇപ്പോൾ നട്ടിട്ട് 2 ആഴ്ചയോളമായി. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മണ്ണ് ഒക്കെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ എല്ലാത്തിലും നല്ലതുപോലെ പൂവൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഓരോ ബോർഡർ അനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീടിന് നല്ല ഭംഗിയായിരിക്കും. എപ്പോഴും പൂക്കളും കാണും. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണ് സ്വല്പം കറുത്ത മണ്ണായതുകൊണ്ട് നല്ല വളക്കൂറുള്ള മണ്ണൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ അതങ്ങ് കിളിച്ച് വന്നോളും. അപ്പം നിങ്ങൾ നടുമ്പോഴേ നിങ്ങൾക്ക് കയ്യിലുള്ള സ്വല്പം ചാണകപ്പൊടിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. വളക്കൂറില്ല എന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് വളം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് വളർന്നു വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 മണി ചെടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ധാരാളം ഇഷ്ടപ്പെടാത്തത് ഇങ്ങനെയൊക്കെ പൂക്കളൊക്കെ നിൽക്കുന്ന കാണുമ്പോഴും വളരുന്ന കാണുമ്പോഴും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ തന്നെ ഇങ്ങനെ പൂക്കളും കൂടെ നിൽക്കുന്ന കാണുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇങ്ങനെ പച്ചക്കറി തോട്ടത്തിൽ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി മുതൽ എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമല്ല ട്രെൽ എന്ന ആപ്പിൽ നിങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.